ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മുടെ നന്നുവിൻ്റെ മുന്നേ എക്സാം ഒരു റുട്ടീൻ എങ്ങനെയാണെന്നാട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഇത് എക്സാമിൻ്റെ തലേ ദിവസമാണ്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ടൈം ടേബിൾ മതിലിൽ ഒട്ടിച്ച് കൊണ്ടാട്ടോ ഞാൻ അവർക്ക് ഒരു എക്സാമിൻ്റെ ഒരുക്കം തുടങ്ങുന്നത്. സന്ധ്യാനാമം ചൊല്ലിക്കഴിഞ്ഞ ശേഷം രണ്ടുപേരും പഠിപ്പിക്കാനിരുത്തു കേട്ടോ. ആ ടൈം ടേബിൾ അവിടെ അങ്ങനെ ഒട്ടിക്കുന്നതിന് കാര്യം അവർക്കും ഒരു ബോധം വേണം, നാളെ എന്ത് എക്സാമാണ്, എത്ര ചാപ്റ്റർ ആണെന്നുള്ളതും എനിക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാട്ടോ. ഒരു 9 മണിയാകുമ്പോഴേക്കും പഠിത്തമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കിടത്തി ഉറക്കും കേട്ടോ. രാവിലെ ആകുമ്പോഴേക്കും ഒരു 6 മണിയാകുമ്പോഴേക്കും രണ്ടുപേരെ വിളിച്ച് എണീപ്പിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല മഴയാട്ടോ, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞ മഴയാട്ടോ, പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല ഉറക്കത്തിലാട്ടോ. അപ്പോൾ രണ്ടുപേരും കുത്തിപ്പൊക്കി എക്സാം ടൈം ആയിക്കഴിഞ്ഞാൽ ഒരു 6 മണി കേട്ടോ, അതിനപ്പുറത്തേക്ക് പോകാറില്ല, രണ്ടുപേരെയും കുത്തിപ്പൊക്കും കേട്ടോ. അതിനുശേഷം രാത്രി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യും കേട്ടോ. അതെനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നാലാണ് അവർക്കല്ലെങ്കിലും എനിക്കൊരു ആശ്വാസം, അവർ എക്സാമിന് പറഞ്ഞു വിടാനായിട്ടൊരു ആശ്വാസം. അപ്പോൾ രണ്ടുപേരും കുത്തിപ്പൊക്കുന്നാട്ടെ കാണുന്നത്. അതിനുശേഷം ഞാൻ അവരെ പഠിപ്പിക്കാനിരുത്തു കേട്ടോ. രാവിലെ രണ്ടുപേരും ഫ്രഷായി വരാനായിട്ടൊക്കെ പറയും, പക്ഷെ പറഞ്ഞാലും ഒരു 1/4 മണിക്കൂർ, ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കും കേട്ടോ അവരൊന്ന് ഫ്രഷായിട്ടൊക്കെ വരാനായിട്ട്. അതിനിടയിൽ ഞാനും ഫ്രഷ് ആവുകയാണ്. അതിനിടയിൽ അവർക്ക് ഞാൻ ചായ വെക്കാൻ പോകുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ എന്തായാലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ എഴുന്നേറ്റത് കഴിഞ്ഞ് ചായയൊക്കെ വെച്ചതിന് ശേഷം കേട്ടോ അവന്മാരെ വിളിക്കുന്നത്. പക്ഷേ എക്സാം ടൈം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരെ എൻ്റെ കൂടെ തന്നെ ഞാൻ കുത്തിപ്പോക്കും കേട്ടോ. എന്നാലാണ് അവർ ആ ഒരു 6-6:30 ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാലാണ് അവർ പഠിച്ച് തുടങ്ങുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഈ മുന്നേ കാണാറിനെ ഹോട്ട് സീറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാട്ടോ. അപ്പം നന്നുവിൻ്റെ കോഴികളൊക്കെ സൗഖ്യമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ, മഴയത്ത് ഒഴുകി പോയോ എന്നൊക്കെ നോക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പം ഞാൻ പഠിക്കാൻ പറഞ്ഞപ്പോഴേക്കും എൻ്റെ ബ്രഷൊക്കെ ചെയ്ത് വന്നിരുന്ന് പഠിക്കാനിരുന്നോളൂ കേട്ടോ. പക്ഷെ മുന്നേ ആ ഹോട്ട് സീറ്റിലേക്ക് വരാനായിട്ടുള്ള ഓരോരോ സോപ്പിംഗ് ആട്ടി കാണുന്നത്. ചൂടോടെ ചായയൊക്കെ കൊണ്ടുവന്നൊക്കെ കൊടുക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് ഞാനിത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ നമ്മൾ പഠിക്കാനിരിക്കും, പണ്ട് അമ്മ എനിക്ക് ഇതുപോലെ ചായ കൊണ്ടുവന്ന് തരുമായിരുന്നു കേട്ടോ. രാവിലെ എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ആണ്, നമ്മളൊരു നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് തോന്നുകയും ചെയ്യും. ഒരു മെമ്മറിയിലേക്ക് പെട്ടെന്ന് കയറുന്ന പോലെയൊക്കെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് നന്നു പഠിക്കാനിരുന്നു. മുന്നേടെ സീറ്റാട്ടോ കാലിയായി കിടക്കുന്നത്. അവൻ അവിടെ ഓരോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഞാനൊരു ഹോട്ട് സീറ്റിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് വലിയൊരു ചടങ്ങാട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ ബുക്സൊക്കെ തപ്പുന്നാട്ടെ കാണുന്നത്. ബുക്സൊക്കെ അവനെ ഒളിപ്പിച്ചെടുത്ത് വെച്ചിരിക്കുക കേട്ടോ. രാത്രി എനിക്ക് രാവിലെ നോക്കുമ്പോൾ ബുക്ക് കാണാതിരിക്കാനായിട്ട് ഒളിപ്പിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആരാമോള് ഞാനതൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ കണ്ടുപിടിച്ചുകൂടാ, ഓടി പോരടാന്നൊക്കെ പറഞ്ഞത് മുന്നേനെ ഞാൻ ഇതാക്കുന്നാട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെ മുന്നേനെ ഹോട്ട് സീറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ അംഗവും വയറ്റി നോക്കുകയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ അവസാനം നമ്മുടെ 18ാമത്തെ അടവ്, വാ മോനെ ചക്കരയല്ലേ പഞ്ചാരയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൻ വന്നു കേട്ടോ. വന്നിട്ടും എൻ്റെ ആ തുണി ഞാൻ തട പിടിക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തുണി കേട്ടോ. അതിനകത്ത് അവൻ്റെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്ന കേട്ടോ കാണാൻ. അവൻ്റെ 2 പേർക്ക് നല്ല ജലദോഷമാണ്. അതൊക്കെ വെച്ച് അതിനകത്തൊക്കെ വെച്ച് തൂത്ത് എങ്ങനെയെങ്കിലും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അവൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ കാണൂട്ടോ. കാര്യം മുന്നേനെ അതല്ലാതെ മെരിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല. അവനെ സോപ്പിട്ട് മെരുക്കി സെൻറ്റിമെൻറ്റ്സൊക്കെ കാണിച്ചാൽ മാത്രമേ കേട്ടോ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കാനിരിക്കുകയുള്ളൂ എക്സാം ടൈമിൽ. എന്നാലും നമ്മൾ ചില സമയം നമ്മുടെ കൺട്രോൾ അങ്ങോട്ട് പോകും, എന്നാലും എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ച് പിടിക്കും കേട്ടോ. അതിനിടയിൽ മുന്നേക്ക് മരുന്ന് കൊടുക്കുന്ന കേട്ടോ കാണുന്നത്. അതിന് കുട്ടിയുടെ തന്നെ വേണം, ചുമയായത് കാരണം ചുമയുടെ മരുന്നൊക്കെ കൊടുത്തു. അപ്പം ഞാൻ ഇന്ന് ഉപ്പാവാട്ടോ, ഞങ്ങൾക്ക് ഉപ്പാവിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അതിനിടയിൽ ഞാൻ ഓടിപ്പോയി നോക്കും കേട്ടോ അവന്മാർ പഠിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ നോക്കുമ്പോൾ കുട്ടേട്ടൻ തേക്കുക കേട്ടോ. അപ്പോൾ അത് കാരണം രണ്ടുപേരും കുട്ടേട്ടൻ അവിടെ നിന്ന് തേക്കുന്നത് കാരണം വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ചെയ്യാനായിട്ട് പോയതാട്ടോ കണ്ടത്. അപ്പോൾ ഉപ്പാവെല്ലാം ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പാവ് ഇവന്മാർ കഴിക്കത്തില്ലല്ലോ. ഉപ്പാവ് ഇവന്മാർ കഴിക്കാത്തത് കൊണ്ട് ഇവന്മാർക്ക് ചപ്പാത്തി ആട്ടോ. അത് ആ സമയമാകുമ്പോഴേക്ക് ചൂടോടെ വേണം. അതിനിടയിൽ വേപ്പിലില്ല. അപ്പോൾ ഞാൻ വേപ്പിൽ പറിക്കാൻ ഓടുന്ന ആട്ടോ കാണുന്നത്. നല്ല മഴയാണേ പുറത്ത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വേപ്പിലൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കാറില്ല. നമ്മുടെ ഇവിടെ അമ്മ നട്ട് വളർത്തുന്ന ആട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് വേപ്പിൽ പറിച്ച് കൊണ്ടുവന്ന് വരുന്ന ആട്ടോ കാണുന്നത്. അതിനിടയിൽ ഉപ്പാവിൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവന്മാർ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് ഇനി അവന്മാർ പഠിച്ചോന്ന് ഒന്നും കൂടി ഒന്ന് രാവിലെ രാത്രി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് രാവിലെ ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അവന്മാർക്ക് അതൊരു തൃപ്തിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് ഓർത്തിരിക്കുമല്ലോ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴെങ്കിലും. അപ്പോൾ അതിനിടയിൽ ഞാൻ അവന്മാരെ ചോറൊക്കെ സെറ്റ് ചെയ്യുകയാണ്. പാത്രമൊക്കെ കഴുകി വെച്ചു, ചോറും പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു, വെള്ളമൊക്കെ എടുത്ത്
അപ്പോൾ ദേ അതിനിടയിൽ എനിക്കൊരു സമാധാനത്തിന് വേണ്ടി മുന്നേടെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് എനിക്ക് പഠിപ്പിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്കൊരു തൃപ്തി ഉണ്ടാവത്തുള്ളൂ. അതിന് ഞാൻ അവൻ്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നന്നു പഠിത്തമൊക്കെ കഴിഞ്ഞ് എല്ലാ റിവിഷനൊക്കെ കഴിഞ്ഞ് എല്ലാ പോർഷനും റിവൈസ് ചെയ്തു കേട്ടോ. എന്നിട്ട് അവൻ്റെ കുളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പം മുന്നേ ഞാൻ അവിടെ ഇരുന്ന് ലാസ്റ്റ് മിനിറ്റിലെ പ്രിപ്പറേഷൻസ് ആട്ടോ. അവൻ്റെ മുഖം കണ്ടാൽ അറിയാം അവൻ എത്രമാത്രം ഇൻട്രസ്റ്റോടെയാണ് പഠിക്കാനിരിക്കുന്നത് എന്നിട്ടോ. എന്നാലും ഞാൻ ഒരു വിധമൊക്കെ ക്ഷമയുടെ നെല്ലിപ്പിലൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ അധികം എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ആ അവസാന നിമിഷം പഠിപ്പിക്കുമ്പോൾ അത് തന്നെ വരികയാണെങ്കിൽ കൊച്ചിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടൊക്കെ ആട്ടോ പഠിപ്പിക്കുന്നത്. അവസാനം അങ്ങനെ നന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മുന്നേനെയും പറഞ്ഞു വിട്ടിട്ട് അന്ന് വെറുതെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരുപാട് സമയം പോയിട്ടോ. സമയം അവന്മാർ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാട്ടോ പോകണം. അപ്പോൾ ബസ് നോക്കി നിൽക്കണ നേരത്തെ ഞാൻ കുറച്ച് ചപ്പാത്തിയൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നതാട്ടോ കാണുന്നത്. മുന്നേടെ നന്നു ചപ്പാത്തിയൊക്കെ കഴിച്ചു വന്ന് അത് കഴിഞ്ഞിട്ടാട്ടോ ബിസ്ക്കറ്റൊക്കെ കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ എക്സാം റൂട്ടീൻ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എക്സാം ആയാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനിയും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.